നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 11-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 28-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്രം. ഇപ്പോൾ ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് ശുഭദിനമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസം ആണ് വെള്ളിയാഴ്ച. അസുരഗുരുവാണ് ശുക്രാചാര്യർ. ഭഗവാന് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് ശുക്രൻ്റെ ദിവസമായ ഇന്ന്. ഇന്നത്തെ നക്ഷത്രവും ഉത്രം നക്ഷത്രമാണ്. ഈ രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ഈ ദിവസം എന്ത് ശുഭകാര്യത്തിന് വേണോ നിങ്ങൾക്ക് ഇറങ്ങാം. നിങ്ങൾ ഇറങ്ങുന്ന കാര്യം വിജയിക്കും. തടസ്സമില്ലാത്ത നക്ഷത്രവും തടസ്സമില്ലാത്ത ആഴ്ചയുമാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മീനമാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഇപ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. അതായത് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിവാഹാദി കാര്യം, വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹത്തിന് വേണ്ടി ഇറങ്ങിയാൽ വിജയിക്കുന്ന സമയമാണ്. വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്തും ഭാര്യ സ്വദേശത്തുമായിട്ട് വസിക്കുന്നവർക്ക് ഒന്നിച്ചിരിക്കാൻ സഹായിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരുന്നു എന്നറിയുക. അതുകൊണ്ട് ഓരോ കാര്യത്തിന് എന്തിന് നമ്മളിതൊക്കെ അറിയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രയത്നിക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളാത്ത സമയത്ത് ശ്രദ്ധിക്കാനും നല്ല സമയത്ത് ആക്റ്റീവ് ആവാനും ഓരോ കാര്യത്തിന് ഇറങ്ങാനും വേണ്ടിയിട്ടാണ്. ഇവിടെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കിയിട്ട് യാത്ര തിരിക്കണം. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:54 തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 12:26 വരെ രാവുകാല സമയമുണ്ട് താനും. യാത്രയ്ക്ക് രാവുകാലം എടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാലവും യമകണ്ഠകാല സമയവും. അത് ഗുളികകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:23 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:29 തൊട്ട് 5 മണി വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ശുഭപ്രദമായ കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമല്ല ഈ സമയം. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യങ്ങൾക്ക് ഇന്നത്തെ മുഹൂർത്തമുള്ള ദിവസമാണ് എങ്കിൽ പോലും അതിൽ കൊള്ളാവുന്ന മുഹൂർത്തത്തിൽ തന്നെ ഏറ്റവും ശോഭനമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. 12:02 തൊട്ട് 12:50 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന നിങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധിക്കുക. റെഡ് കളർ മിക്സ് ആയിട്ടുള്ളതോ, കാപ്പിപ്പൊടി കളറോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ, വലിച്ചെടുക്കാൻ സഹായിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.